The next module, Fourier integrals and transform. First, let us see the Fourier integral representation for a function f of x. For a function f of x, the Fourier integral representation will be integral 0 to infinity a of omega cos omega x plus b of omega sin omega x into d omega, where the a omega is defined by 1 by pi integral minus infinity to infinity f of t cos omega t dt, and the b of omega is defined by 1 by pi integral minus infinity to infinity f of t sin omega t dt. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നേക്കാണ്. അതിൻ്റെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എ ഒമേഗയും ബി ഒമേഗ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി എന്നുള്ള സ്ഥാനത്ത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിലാണെങ്കിൽ അത് ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ രണ്ട് ഇൻ്റഗ്രൽസും കണ്ടുപിടിക്കുക. അതിവിടെ റീപ്ലേസ് ചെയ്താൽ മതി. തന്നിരിക്കുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ ഇൻ്റഗ്രൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇനി ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് ചെറിയ ഷോർട്ട് കട്ട്സ് ഉണ്ട്, അതാണ് ഇനി പറയുന്നത്. ഇത് കുറച്ച് റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രൽ വാല്യൂസ് കിട്ടും. അതായത് ഇപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു എ ടി സൈൻ ബി ടി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും: ഇ റേസ് ടു എ ടി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി ടി മൈനസ് ബി കോസ് ബി ടി. അപ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണെന്ന് റീപ്ലേസ് ചെയ്താൽ മതി. സിമിലർലി ഇൻ്റഗ്രൽ ഇ റേസ് ടു എ ടി കോസ് ബി ടി ഡി ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ കോസ് ബി ടി പ്ലസ് ബി സൈൻ ബി ടി. Also, integral 0 to infinity e raised to minus at sin bt dt will be b by a square plus b square, and integral 0 to infinity e raised to minus at cos bt dt will be a by a square plus b square. ഈ രണ്ട് റിസൾട്ടുകളാണ്, ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് റിസൾട്ടുകളാണ് നമുക്ക് മെയിനായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ വേണ്ടി വരും. ഈ രണ്ട് റിസൾട്ടുകളാണ് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട റിസൾട്ടുകൾ. Then the first problem, find the Fourier integral representation for the function f of x defined by 1 when modulus x is less than 1 and 0 when modulus x is greater than 1. Modulus x less than 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് -1 less than x less than 1, and modulus x is greater than 1 എന്ന് പറയുമ്പോൾ the value will be in between മൈനസ് ഇൻഫിനിറ്റിക്കും എക്സിനും ഇടയ്ക്ക് വരുന്ന -1നും ഇടയ്ക്ക് വരുന്ന വാല്യൂ, ഓൾസോ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ നമ്മളൊരു ലെങ്ത്ത് ഫുള്ളായിട്ടൊരു മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റിയിലുള്ള ഒരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്, -1ലും 1ലും വെച്ച്. ഈ ഒരു പാർട്ടിലാണ് മോഡുലസ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ. ബാക്കി വരുന്ന ഈ രണ്ട് റീജിയൻ ഇവിടെയാണ് മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള വാല്യൂ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഈ ഇൻ്റർവലിന് ഇതുപോലെ 3 ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ -1നും 1നും ഇടയ്ക്ക് വരുമ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും. -1നും 1നും ഇടയ്ക്ക്. അതിന് മുന്നായിട്ടുള്ള മൈനസ് ഇൻഫിനിറ്റിക്കും -1നും ഇടയ്ക്കുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ 1നും ഇൻഫിനിറ്റിക്കും ഇടയിൽ എബോവ് 1 വരുമ്പോഴും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 ഡിസ്കണ്ടിന്യൂസ് ഇൻ്റർവെൽസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. 3 പാർട്ടായിട്ട് വേണം നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കേസ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫോറിയർ ഇൻ്റഗ്രൽ, ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ ഇൻ്റഗ്രൽ ഫോം ചെയ്യാം. അപ്പോൾ ദി ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to infinity a of omega into cos omega x പ്ലസ് ബി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്? എ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ബി ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ ഉണ്ട്. എ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1 by pi ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി. അപ്പോൾ ഇവിടെ ഈ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ഈ എഫ് ഓഫ് എക്സിനെ റീപ്ലേസ് ചെയ്യുക. അതെന്ന് പറയുന്നത് എന്തൊരു ഈ
ടിക്ക് പകരം എക്സിന് പകരം ഇവിടെ ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതായിരുന്നു 1 വെൻ മോഡുലസ് എക്സ് ഇസ് ലെസ് ദാൻ 1 ആൻഡ് 0 വെൻ മോഡുലസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1. റീപ്ലേസിങ് എക്സ് ബൈ ടി വിൽ ഗെറ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1 വെൻ മോഡുലസ് ടി ഇസ് ലെസ് ദാൻ 1 ആൻഡ് 0 വെൻ മോഡുലസ് ടി ഇസ് ഗ്രേറ്റർ ദാൻ 1. സിമിലർ കണ്ടീഷൻ തന്നെയാണ് പറഞ്ഞത്. 3 പാർട്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം? 3 ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതാണ് മൈനസ് ഇൻഫിനിറ്റി ടു -1, -1 to 1 പ്ലസ് 1 to ഇൻഫിനിറ്റി. ഓക്കെ, 3 ഇൻ്റർവെല്ലായിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് അനുസരിച്ച് ഈ ഇൻ്റർവെല്ലിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. മൈനസ് ഇൻഫിനിറ്റി ടു -1 പ്ലസ് -1 to 1 പ്ലസ് 1 to ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ആ 3 കേസിലും വാല്യൂസ് റീപ്ലേസ് ചെയ്യുക. മൈനസ് ഇൻഫിനിറ്റി ടു -1ൽ വാല്യൂ എന്താണ്? 0 വരണം. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റിക്കും -1നും ഇടയ്ക്ക് വാല്യൂ വന്നത് 0. അതുപോലെ തന്നെ -1നും 1നും ഇടയ്ക്ക് എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ത് വരും? -1നും 1നും ഇടയ്ക്ക് എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടെ റീപ്ലേസിങ് എഫ് ഓഫ് ടി ബൈ 1 എന്നിട്ട് 1നും ഇൻഫിനിറ്റിക്കും ഇടയിൽ, അതായത് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി, ആ കേസിൽ എന്താ പറഞ്ഞത്? അഗൈൻ 0. അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രൽസ് 0 ആയപ്പം ഇവിടെ 1 എന്ന് റീപ്ലേസ് ചെയ്യുക. സോ വി ഗെറ്റ് ഇത് ഇൻ്റഗ്രൽ ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടും 1/π ഇൻ്റഗ്രൽ -1 to 1 cos ഒമേഗ ടി സിൻസ് എഫ് ഓഫ് ടി ഈസ് 1. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഒന്ന് ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. നമുക്ക് എ ഓഫ് ഒമേഗയുടെ വാല്യൂ കിട്ടും. അപ്പോൾ കോസ് ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ചെയിൻ റൂൾ ടു ദി ലിമിറ്റ് 0 to 1. ഓക്കെ, അതിന് മുന്നേ ഒരു സിംപ്ലിഫിക്കേഷൻ ഞാൻ വിട്ടുപോയി. -1 to 1 ഈ കോസ് ഒമേഗ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താ? എഫ് ഓഫ് -x ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. -a to a എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 times 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻ്റർവെൽ -1 to 1 സിമെട്രിക് ഇൻ്റർവെലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 times 0 to 1 cos ഒമേഗ ടി ഡി ടി. ഇനി കോസ് ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ടു ദി ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 സൈൻ ഒമേഗ ബൈ പൈ ഒമേഗ എന്ന് വരും. ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കേണ്ടത്. ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി ഡി ടി. അപ്പോൾ ഈ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളതിനെ 3 ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. അപ്പോൾ -ഇൻഫിനിറ്റി ടു -1 പ്ലസ് -1 to 1 1 to ഇൻഫിനിറ്റി, നേരത്തെ ചെയ്ത സെയിം കേസ് തന്നെ. അപ്പോൾ -ഇൻഫിനിറ്റി ടു -1ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ -1 to 1ൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 to ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നേരത്തെ പറഞ്ഞ സിമിലർ മെത്തേഡ് തന്നെയാണ്. ഈ ഫസ്റ്റത്തെ 2 ഇൻ്റഗ്രൽസ് 0 ആയിപ്പോയി. ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ മാത്രം നമുക്കൊന്ന് വാല്യൂറ്റ് ചെയ്താൽ മതി. അപ്പോൾ എഫ് ഓഫ് ടിക്ക് 1 എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് -1 to 1 സൈൻ ഒമേഗ ടി ഡി ടി. എഗെയിൻ -1 to 1 എന്നുള്ളതൊരു സിമെട്രിക് ഇൻ്റർവെലാണ്. സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എഫ് ഓഫ് -x ഈക്വൽ ടു മൈനസ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണിത് സിമെട്രിക് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് -1 to 1 എന്ന് പറയുന്നത് ഒരു സിമെട്രിക് ഇൻ്റർവെലാണ്. സോ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. സോ ബൈ ദിസ് പ്രോപ്പർട്ടി വി ക്യാൻ സേ ദാറ്റ് ദി വാല്യൂ ഓഫ് ബി ഒമേഗ വിൽ ബി 0. ഇപ്പോൾ ബി ഒമേഗയുടെയും എ ഒമേഗയുടെയും വാല്യൂ നമ്മുടെ ഫസ്റ്റത്തെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 1ൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. എ ഒമേഗയുടെ സ്ഥാനത്ത് കിട്ടിയ വാല്യൂ റീപ്ലേസ് ചെയ്യുക. ബി ഒമേഗയുടെ വാല്യൂ സ്ഥാനത്ത് 0 എന്ന് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. എ ഒമേഗയുടെ സ്ഥാനത്ത് 2/π ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ എന്ന് റീപ്ലേസ് ചെയ്തു. ബി ഒമേഗയുടെ സ്ഥാനത്ത് 0 എന്ന് റീപ്ലേസ് ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The next problem. Find the Fourier integral representation of the function f of x defined by f of x when 0
equal to 0 when x less than 0, and 1 by 2 when x equal to 0, and e raised to minus x when x greater than 0. അപ്പോൾ again നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള നമ്മളൊരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാണ്. അതിനെ രണ്ടായിട്ടാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു സീറോ ആവുന്ന കേസിൽ ഇവിടുത്തെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 വരും. അതുപോലെ എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിക്കും എക്സ് സീറോന് മുന്നേ വരുന്ന ഇൻ്റർവെൽ. ആ കേസിൽ ഇതാണ് എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറയുന്നത്. അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. അതുപോലെ അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലും സീറോയും ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റിയാണ്, സീറോയ്ക്കും പോസിറ്റീവ് ഇൻഫിനിറ്റിക്കും ഇടയിൽ വരുന്ന വാല്യൂ അവിടുത്തെ ഫംഗ്ഷൻ, അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഇൻ്റർവെലായിട്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണത്. മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഇസ് ദി ഇക്വേഷൻ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ എ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി. ഇനി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളതിനെ ഇതുപോലെ രണ്ട് ഇൻ്റർവെലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0. അപ്പോൾ എഫ് ഓഫ് ടിയുടെ വാല്യൂ അവിടെ എന്ത് വരും? 0 വരും. ഓക്കെ, ആ എക്സിനെ ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു, അതാണ് വരുന്ന ചേഞ്ച്. അതുപോലെ തന്നെ 0 ടു ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ എഫ് ഓഫ് ടി എന്നുള്ളത് എന്ത് വരും? അതിന് ഇൻ ടേംസ് ഓഫ് ടിയിലോട്ടാക്കിയാൽ മതി. ഇ റേസ് ടു മൈനസ് ടി എന്ന് വരും. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സിലാണെങ്കിൽ, എക്സ് എന്നുള്ള വേരിയബിളിലാണെങ്കിൽ നമ്മൾ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ അത് ടിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സ് എന്നുള്ളതിന് ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി, വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ദെൻ ഫസ്റ്റത്തെ ഇൻ്റർവെൽ എഫ് ഓഫ് ടി 0 ആയതുകൊണ്ട് ഈ ഒരു ഇൻ്റർവെലിൻ്റെ വാല്യൂ 0 ആയിപ്പോൾ നമുക്ക് ഇവിടെ ഇ റേസ് ടു മൈനസ് ടി എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമാറ്റ് കിട്ടും. ഇതാണ് നേരത്തെ പറഞ്ഞ റിസൾട്ടിൽ വരുന്ന ഒരു ഫോമാറ്റാണിത്. ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ ടി കോസ് ബി ടി ഡി ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് a/a² പ്ലസ് b². അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താ? ടിയുടെ എക്സ്പോണൻഷ്യലിൽ ടിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്, അതെന്ന് പറയുന്നത് 1 വരും. മൈനസ് ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് എന്താ? കോസിൻ്റെ ടിയുടെ കോഎഫിഷ്യൻ, കോസിൻ്റെ ആംഗിളിൽ വരുന്ന ടിയുടെ കോഎഫിഷ്യൻ, അതെന്ന് പറയുന്നത് ഇവിടെ ഒമേഗയാണ്. സോ വാല്യൂ ഓഫ് ബി വിൽ ബി ഒമേഗ. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് ഒമേഗ കൊടുക്കുക. വിൽ ഗെറ്റ് ദി റിസൾട്ട് ഫോർ ദിസ് ഇൻ്റഗ്രൽ ഇക്വേഷൻ ആസ് 1/1 പ്ലസ് t². സോ ദി എ ഒമേഗ വിൽ ബി 1/π ഇൻറ്റു 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. സിമിലർ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബി ഒമേഗയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബി ഒമേഗ എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1/π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി ഡി ടി. രണ്ട് ഇൻ്റഗ്രലായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. മൈനസ് ഇൻഫിനിറ്റി ടു 0 ആൻഡ് 0 ടു ഇൻഫിനിറ്റി. എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെ. എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ടി ഇൻ ദി ഇൻ്റർവൽ 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർവൽ 0 ആയിപ്പോൾ സെക്കൻഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഗെയിൻ ഇതൊരു റിസൾട്ടായിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞായിരുന്നു. 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ ടി സൈൻ ബി ടി ഡി ടിയുടെ വാല്യൂ എന്ത് വരും? b/a² പ്ലസ് b². അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ, ഈ ഇൻ്റഗ്രലിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ വരും. സോ b/a² പ്ലസ് ഒമേഗ സ്ക്വയർ. സോ വിൽ ഗെറ്റ് w/1 plus omega square. So the value of b omega will be this. ഇതെല്ലാം നമ്മൾ ആ ഫൊറിയർ ഇൻ്റഗ്രൽ ഇക്വേഷനിൽ എ ഒമേഗയുടെ സ്ഥാനത്ത് ആദ്യം കിട്ടിയ വാല്യൂ, ഈ ഒരു വാല്യൂ റീപ്ലേസ് ചെയ്യുക. ബി ഒമേഗയുടെ സ്ഥാനത്ത് ഇപ്പോൾ കിട്ടിയ വാല്യൂ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. 1/π എന്നുള്ളതിന് ഔട്ട് സൈഡ് എടുത്തു. 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നുള്ളത് രണ്ട് ടേമിന് കോമൺ ആണ്. ഇപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ കമ്പൈൻ ചെയ്തതാണ്. സോ വി ഗെറ്റ് the Fourier integral representation for the given function f of x will be 1/π integral 0 to infinity cos omega x plus omega into sin omega x plus omega x by 1 plus omega square into d omega. This will be the Fourier integral representation of that given function f of x.
The next topic is Fourier sine and cosine integral. The Fourier cosine integral for a function f of x is defined by f of x equal to integral 0 to infinity a of omega cos omega x into d omega. ഇപ്പോൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഇൻ്റഗ്രൽ കോസിൻ്റെ ടേംസ് ആയിരിക്കും വരിക. നേരത്തെ നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചതിൻ്റെ ഒരു ഹാഫ് പാർട്ടാണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ വരുന്നത്. ഇവിടെ നമുക്ക് എ ഒമേഗ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആ എ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി. അതുപോലെ തന്നെയാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ഡി ഒമേഗ. അഗെയിൻ ദി വി ഒമേഗ ഈസ് ഡിഫൈൻഡ് ബൈ 2 integral 0 to infinity f of t sin omega t dt. This will be the equations for Fourier sine integral and Fourier cos integral. So നമുക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തരും. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് എ ഒമേഗയുടെ വാല്യൂ ഇത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ബി ഒമേഗ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ബി ഒമേഗ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ഇൻ്റഗ്രൽ ഫോർ ദി ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് കെ എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 0 ടു ഇൻഫിനിറ്റിയിൽ വരുന്ന ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് കെ എക്സ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ടി ഒമേഗ. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എ ഒമേഗയുടെ വാല്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. 2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി. നമ്മുടെ കയ്യിലുണ്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് കെ എക്സ്. സോ എഫ് ഓഫ് ടി എന്നുള്ളത് എന്തൊരും ഇ റേസ് ടു മൈനസ് കെ ടി, റീപ്ലേസിങ് എക്സ് ബൈ ടി. അപ്പോൾ ഈ എഫ് ഓഫ് ടി എന്നുള്ളതിന് പകരം ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി. എഗൈൻ ഇത് നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു റിസൾട്ട് ഉണ്ട്, അതായത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ ടി കോസ് ബി ടി ഡി ടി വിൽ ബി എന്തായിരിക്കും? എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തോരും? കെ ആണ് പറഞ്ഞത്. ദി വാല്യൂ ഓഫ് എ വിൽ ബി കെ ആൻഡ് ദി വാല്യൂ ഓഫ് ബി വിൽ ബി ഒമേഗ. സോ വി ഗെറ്റ് k by k square plus omega square as the integral result of this one. Okay, so ഒമേഗയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 k by k square plus omega square. ഇനി ഇവിടെ a omega square, ഇനി നമ്മളിവിടെ ഈ എ ഒമേഗ എന്നുള്ളത് നമ്മുടെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൽ ഇവിടെ റീപ്ലേസ് ചെയ്യുക. സോ വി ഗെറ്റ് ദി ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2 k by k square plus omega square into cos omega x d w. Okay, this will be the final result. ഇന്ന് റീഅറേഞ്ച് ചെയ്താണ് ഈ 2 എന്ന് എടുത്തത്. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. ഇനി നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. നമുക്ക് ബി ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ ആണ് 2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി ഡി ടി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈസ് ഇ റേസ് ടു മൈനസ് കെ എക്സ്. സോ അഗെയിൻ ദി എഫ് ഓഫ് ടി വിൽ ബി ഇ റേസ് ടു മൈനസ് കെ ടി, റീപ്ലേസിങ് എഫ് ഓഫ് ടി ബൈ ഇ റേസ് ടു മൈനസ് കെ ടി സൈൻ ഒമേഗ ടി. അഗെയിൻ നമ്മൾ ഈ ഒരു റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ ടി സൈൻ ബി ടി ഡി ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ബി ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് കെ വരും, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ. സോ വി ഗെറ്റ് omega by k square plus omega square for the integral value of this one. So the b omegയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ ഇനി ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. ഫോറിയർ ഇൻ്റഗ്രലായി, ഫോറിയർ സൈൻ ഇൻ്റഗ്രലായി. സോ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഡബ്ല്യു. ദിസ് വിൽ ബി ദി ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ. ഈ ഒരു മെത്തേഡിലാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രലും കൊസൈൻ ഇൻ്റഗ്രലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The next problem, represent f of x then is 1 when 0 less than x less than 1 and 0 when x greater than 1 as a Fourier cosine integral, hence evaluate this value. Okay,
അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റിയിൽ ഉള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 to 1ൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 0 to 1ൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1. ആൻഡ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി, അതിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, നേരത്തെ നമ്മളിതിന് മുന്നേ ചെയ്ത പ്രോബ്ലംസ് പോലെ തന്നെ ഈ രണ്ട് ഇൻ്റർവെലായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി എ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി. ഈ 0 to ഇൻഫിനിറ്റി എന്നുള്ളതിനെയാണ് നമ്മളിവിടെ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. 0 to 1 പ്ലസ് 1 to ഇൻഫിനിറ്റി. ഓക്കെ, രണ്ട് ഇൻ്റഗ്രലായിട്ട് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി 0 to 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ എഫ് ഓഫ് ടിക്ക് പകരം 1 എന്ന് റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ 1 to ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 വരും. അപ്പോൾ ഇത് 0. അപ്പോൾ ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ബാലൻസ് വരുന്ന ടേംസ് എന്തായിരിക്കും? ഇൻ്റഗ്രൽ 0 to 1 കോസ് ഒമേഗ ടി ഡി ടി. ഇതൊന്ന് ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ടു ദി ലിമിറ്റ് 0 to 1. സോ നമുക്ക് 2/π ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ എന്ന് വരും എ ഒമേഗയുടെ വാല്യൂ. ഇനി അതിവിടെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൽ റീപ്ലേസ് ചെയ്യുക. സോ വി ഗെറ്റ് ഇറ്റ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 to 2π 0 to ഇൻഫിനിറ്റി 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ, നമുക്കൊരു ഇൻ്റഗ്രൽ ഇക്വേഷനും കൂടി, ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്നും കൂടി നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫൈനൽ റിസൾട്ടിൽ നിന്നാണ് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. ഇവിടെ ഇതിനൊന്ന് റീപ്ലേസ് ചെയ്തു. സോ വി ഗെറ്റ് 0 to ഇൻഫിനിറ്റി 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 2/π എന്നുള്ളത് നമുക്ക് ഇൻ്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കാമല്ലോ. ഇൻ്റഗ്രലിന് ഔട്ട് സൈഡ് എടുത്തു. ആ ടേമിന് ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊടുക്കാം. അപ്പോൾ 2/π റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ π/2. ഓക്കെ, അപ്പോൾ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യണം. എഫ് ഓഫ് എക്സ് എന്നുള്ളത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? 0 to 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 വാല്യൂ വിൽ ബി 0. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇവർ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഈ π/2 എന്നുള്ളതൊന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ വി ഗെറ്റ് ദി ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? അപ്പോൾ സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, so we'll get the result as like this. The next problem, represent f of x equal to x square where 0 less than x less than 1 and 0 if x greater than 1 as a Fourier cosine integral. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. നമുക്കിവിടെ എ ഓഫ് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി. ഇനി 0 to ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെലിനെയാണ് ഇവിടെ രണ്ട് ഡിസ്കണ്ടിന്യൂസ് ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0 to ഇൻഫിനിറ്റി എന്നുള്ളതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു. 0 to 1ഉം 1 to ഇൻഫിനിറ്റി. ഇവിടെ 0 to 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. So f of x will be x square in the interval 0 to 1, and when x greater than 1 the value will be 0. So f of x will be 0 in the interval 1 to infinity. നമ്മളിവിടെ 0 to infinity എന്നുള്ള ഇൻ്റർവെലിനെ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? 0 to 1 പ്ലസ് 1 to infinity. എഫ് ഓഫ് ടി എന്നുള്ളത് ഇൻ 0 to 1ൽ എഫ് ഓഫ് ടി എന്നുള്ളത് എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഈസ് എക്സ് സ്ക്വയർ. സോ വി ഗെറ്റ് എഫ് ഓഫ് ടി വിൽ ബി ടി സ്ക്വയർ. So replacing f of t as t square here. അതുപോലെ തന്നെ
അടുത്ത ഇൻ്റർവൽ 1 to ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് ടിയുടെ വാല്യൂ 0 വരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇൻ്റർവൽ 0 ആയിപ്പോട്ട് ബാക്കി വരുന്നത് 2/π ഇൻ്റർവൽ 0 to 1 t സ്ക്വയർ കോസ് ഒമേഗ ടി ഡി ടി. ഇതിനൊന്ന് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ എ ഓഫ് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് ഈ ഒരു മെത്തേഡാണ് യു വി വൺ മൈനസ് യു ഡാഷ് വി വൺ വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ. ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യു ആയിട്ട് നമ്മൾ എടുക്കുന്നത് ടി സ്ക്വയറും വി ആയിട്ട് എടുക്കുന്നത് കോസ് ഒമേഗ ടി. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ യു എഴുതുക, ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. ഇനി അതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ് 2. ആദ്യത്തെ ടേം പോസിറ്റീവ്, രണ്ടാമത്തെ ടേം നെഗറ്റീവ്, പിന്നത്തെ ടേം പോസിറ്റീവ്. ഇനി വി വൺ എന്ന് പറയുന്നത് ഈ വി എന്നുള്ള ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ കോസിൻ്റെ ഫസ്റ്റ് ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ. ഇനി അതിൻ്റെ അടുത്ത ഇൻ്റഗ്രലിനെയാണ് നമ്മളിവിടെ വി ടു എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ സ്ക്വയർ. ഇവിടെ ഓൾറെഡി ഒരു ഒമേഗ ഉണ്ട്, അപ്പോൾ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ. പിന്നെ അതിൻ്റെ അടുത്ത ഇൻ്റഗ്രലാണ് വി ത്രീ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി മൈനസ് ഇതിൻ്റെ കൂടെ തന്നെ എടുക്കണം, ഒമേഗ സ്ക്വയറിന് എടുക്കണം. അപ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ക്യൂബ് എന്ന് വരും വാല്യൂ. ഓക്കെ, ഇതിന് ടു ദി ലിമിറ്റ് 0 to 1 ഒന്ന് ഇൻ്റഗ്രേഷൻ ചെയ്യുക. അപ്പോൾ ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ കുറേ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് എ ഒമേഗയുടെ വാല്യൂ ആണ് ഇതായിട്ട് വരുന്നത്. ഇനി അത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലിൽ റീപ്ലേസ് ചെയ്താൽ മതി, സൊല്യൂഷനായി. സോ റീപ്ലേസിങ് എ ഒമേഗ, then we will get the Fourier cosine integral for the given function f of x will be integral 0 to infinity 2/π sin omega by omega plus 2 cos omega by omega square minus 2 sin omega by omega cube into cos omega x dx. This will be the Fourier cosine integral of the given function. Our next problem, using Fourier integral representation show that this condition. അപ്പോൾ ഇത് നമുക്കിവിടെ തന്നിട്ടില്ല ഇത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്നത് കിട്ടുമെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് ഈ ഒരു ഇൻ്റഗ്രൽ ഫോമാറ്റിൽ നിന്നാണ് നമ്മൾ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആണോ സൈൻ ഇൻ്റഗ്രൽ ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ദിസ് ഈസ് സിമിലർ ടു ദി ടേം ഇൻ്റഗ്രൽ 0 to infinity സം ബി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതെന്ന് പറയുന്നത് ഇതിനോട് സിമിലാരിറ്റി ഉണ്ട്. അതായത് സൈൻ ഒമേഗ വന്നിട്ടുണ്ട്. സൈൻ ഒമേഗ പറഞ്ഞത് നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസ്. നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നു എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ബി ഓഫ് ഒമേഗയുടെ വാല്യൂ ആയിട്ടാണ് ആക്ച്വലി ഈ 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ എന്നുള്ളത് കിട്ടേണ്ടത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബി ഓഫ് ഒമേഗ ആണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ വാല്യൂ എന്തായിട്ട് എടുക്കുക, എഫ് ഓഫ് എക്സ് എടുക്കുക. സം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിനെയല്ലേ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ, ഇതിനെയാണ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ നിന്ന് ബി ഓഫ് ഒമേഗയുടെ വാല്യൂ ഇത് കിട്ടുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മളിത് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഷോ ദാറ്റ് ആണ് തന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സൈഡ് കൺസിഡർ ചെയ്യാണ്. ഈ തന്നിരിക്കുന്ന കണ്ടീഷന് എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എഫ് ഓഫ് എക്സ് ഈ 0 to πയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/2. പൈക്ക് മുകളിലോട്ട് വരുന്നിടത്ത് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0. അതായത് നമ്മുടെ മൊത്തത്തിൽ വരുന്ന 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം പൈയിൽ വെച്ചിട്ട്. 0 to πയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/2ഉം π/2 to ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ബി ഓഫ് ഒമേഗ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ബി ഓഫ് ഒമേഗയുടെ ഇക്വേഷനാണ് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി ഡി ടി. ഇനി 0 to ഇൻഫിനിറ്റി എന്നുള്ളത് തന്നെയാണ് നമ്മൾ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. 0 to π പ്ലസ് π to ഇൻഫിനിറ്റി, അങ്ങനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റത്തേൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to πയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്നുള്ളത് എന്ത് തന്നെ വരും, π/2 എന്ന് വരും. അപ്പോൾ റീപ്ലേസിങ് ഹിയർ ദി വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ആസ് π/2. ഓക്കെ, സിമിലർലി π to ഇൻഫിനിറ്റി ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് ടിയുടെ വാല്യൂ 0 ആയിരിക്കും. സെക്കൻഡ് ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോൾ നമുക്ക് ബാലൻസ് റിമൈൻ ചെയ്യുന്നത് π/2 സൈൻ ഒമേഗ ടി ഡി ടി.
ഈ പൈ ബൈ ടു എന്നുള്ളതിനെ ഔട്ട് സൈഡ് എടുക്കാം, പുറത്തൊരു 2/π ഉണ്ട്, രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് നോക്കും. അപ്പോൾ 0 to π സൈൻ ഒമേഗ ടി, അതിൻ്റെ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തൊരു മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ടു ദി ലിമിറ്റ് 0 to π. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടുന്നത്. കോസ് സീറോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1. ഈ നെഗറ്റീവ് ഒന്ന് ഉള്ളിലോട്ട് എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ബി ഒമേഗയുടെ വാല്യൂ ആയിട്ട് ഇത് വരും. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യാം, ഇവിടെ ഫോറിയർ കൊസൈൻ സൈൻ ഇൻ്റഗ്രൽ ഇക്വേഷനിൽ ഇവിടെ ബി ഓഫ് ഒമേഗയുടെ സ്ഥാനത്ത് ഇപ്പോൾ കിട്ടിയ വാല്യൂ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോമാറ്റ് കിട്ടുന്നത്. 0 to ∞ 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. പക്ഷേ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എന്താ എടുത്തിരുന്നത്, ഇതിനിപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്ത റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വെച്ചത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇതെടുത്തു, നമുക്ക് ചെയ്തു വന്നപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇതായിട്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു കണ്ടീഷൻസ് ആർ ഈക്വൽ. സോ വി ഗെറ്റ് 0 to ∞ 1 minus cos omega by omega sin omega x into d omega will be this value. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എഫ് ഓഫ് എക്സിന് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാല്യൂ എഫ് ഓഫ് എക്സ് ആണെന്ന് ഇക്വേറ്റ് ചെയ്തു. ഈ സൈൻ ഒമേഗ എക്സിൽ നിന്നാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, using Fourier integral representation show that this condition. Fourier integral representation യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സിമിലർ പ്രോബ്ലം ആണ്. ഇതിൽ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതെന്ന് പറയുന്നത് ഏത് ഫോമാറ്റിലാണ് നോക്കുക. ദിസ് ഈസ് ഓഫ് ദി ഫോം ഇൻ്റഗ്രൽ 0 to ∞ a of omega into cos omega x ഡി ഒമേഗ, ഈ ഒരു ഫോമാറ്റിൽ. കാരണം ഇവിടെ കോസ് ഒമേഗ എക്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടുന്നുണ്ടെന്ന് കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വാല്യൂന് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കണം. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് കണ്ടീഷൻ എന്ന് പ്രൂവ് ചെയ്താൽ മതി. നേരത്തെ ചെയ്ത സിമിലർ മെത്തേഡിൽ നമുക്ക് ആൻസർ കിട്ടും. സോ അസ്യൂമിങ് ദി ആർ എച്ച് എസ് വാല്യൂ ആസ് എഫ് ഓഫ് എക്സ്, വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ∞ a of omega cos omega x d ഒമേഗ. ഈ എ ഓഫ് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എ ഓഫ് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇവിടെ എന്താ പറഞ്ഞത്, കോസ് ഒമേഗ എക്സ് കഴിഞ്ഞിട്ട് ബാലൻസ് പറഞ്ഞത് എന്താ 1/1 + ഒമേഗ സ്ക്വയർ. നമുക്ക് ഈ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടുന്നത് 1/1 + ഒമേഗ സ്ക്വയർ ആയിരിക്കണം വാല്യൂ കിട്ടേണ്ടത്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ 2π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0 to π n x ഗ്രേറ്റർ ദാൻ 0 ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/2 ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ ദി ഇൻ്റർവൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ എഫ് ഓഫ് ടി എന്നുള്ളത് എന്ത് വരും, എക്സിനെ ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി. ഇത് നമുക്ക് ഇൻ്റർവൽ സ്പ്ലിറ്റ് ചെയ്യാനില്ല, ഒരൊറ്റ ഫംഗ്ഷനായിട്ടാണ് ഒറ്റ ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ. സോ എഫ് ഓഫ് ടി എന്നുള്ളതിനെ ഇവിടെ π/2 ഇ റേസ് ടു മൈനസ് ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ദെൻ കോസ് ഒമേഗ ടി ഡി ടി. ഇനി ഇതിനൊന്ന് ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഈ π/2നെ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 2/π തമ്മിൽ ക്യാൻസൽ ചെയ്യാം. സോ ദി ബാലൻസ് ടേംസ് ആർ ഇൻ്റഗ്രൽ 0 to ∞ ഇ റേസ് ടു മൈനസ് ടി കോസ് ഒമേഗ ടി ഡി ടി. ദിസ് ഈസ് ഓഫ് ദി ഫോം ഇൻ്റഗ്രൽ 0 to ∞ ഇ റേസ് ടു മൈനസ് എ ടി കോസ് ബി ടി. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, a/a² പ്ലസ് b² എന്നാണ്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1 വരും, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ വരും. സോ വി ഗെറ്റ് ദി റിസൾട്ട് ആസ് 1/1 + ഒമേഗ സ്ക്വയർ. ഇത് തന്നെയായിരുന്നല്ലോ നമുക്ക് കിട്ടേണ്ടത്. ഇനി എന്ത് ചെയ്യുക, അതിനെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൽ റീപ്ലേസ് ചെയ്യുക. എ ഓഫ് ഒമേഗയുടെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ 0 to ∞ 1/1 + ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ്. ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതാണ് കിട്ടിയത്. ഇനി നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിരുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതാണ്. സോ ഫ്രം 1 and 2 വി ഗെറ്റ് the value will be integral 0 to ∞ cos omega x by 1 + omega square dx ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, π/2 ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് അസ്യൂം ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് എത്തിച്ചു. സോ ദിസ് വിൽ ബി ദി വാല്യൂ. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് is sin x when 0 less than x less than pi and
0 if x greater than pi. ഓക്കെ, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫോറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ അസ്യൂം ചെയ്യുക. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to infinity b of omega sin omega x d omega. നമുക്ക് b of omegയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 by pi ഇൻ്റഗ്രൽ 0 to infinity f of t sin omega t dt. ഓക്കെ, അപ്പോൾ ഈ 0 to infinity എന്നുള്ള ഇൻ്റർവെല്ലിനെ നമ്മൾ ഇവിടെ രണ്ടായിട്ടാണ് ക്വസ്റ്റ്യനിൽ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. പൈയിൽ വെച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 0 to പൈയിൽ വരുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 to പൈയിൽ സൈൻ എക്സും പൈ ടു ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. നമ്മൾ ഈ 0 to infinity എന്നുള്ളതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 0 to പൈ പ്ലസ് പൈ ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം 0 to പൈയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സൈൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ത് വരും? സൈൻ ടി എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ പൈ ടു ഇൻഫിനിറ്റിയിൽ പൈയുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ എഫ് ഓഫ് ടി അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ 0 ആയിരിക്കും. റീപ്ലേസിങ് എഫ് ഓഫ് ടി ബൈ സൈൻ ടി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 by pi integral 0 to pi sin t sin omega t dt. ഓക്കെ, ഇനി ഇതൊന്ന് ഇൻറ്റഗ്രേഷൻ ചെയ്ത് നമുക്ക് ബി ഓഫ് ഒമേഗയുടെ വാല്യൂ കിട്ടും. അത് റീപ്ലേസ് ചെയ്താൽ ഫൈനൽ സൊല്യൂഷൻ. അപ്പോൾ ഇത് ഇൻറ്റഗ്രേഷൻ ചെയ്യാനായിട്ട് ദിസ് ഈസ് ഓഫ് ദി ഫോം സൈൻ എ ഇൻറ്റു സൈൻ ബി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ട്രിഗ്നോമെട്രിക് ഫോമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ. സൈൻ എ ഇൻറ്റു സൈൻ ബി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ എ ആയിട്ട് ടി എടുക്കുക, ബി ആയിട്ട് ഒമേഗ ടി എടുക്കുക. അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. കോസ് ഓഫ് ടി മൈനസ് ഒമേഗ ടി മൈനസ് കോസ് ഓഫ് ടി പ്ലസ് ഒമേഗ ടി. ഇനി ഇതിനൊന്ന് ഇൻറ്റഗ്രേഷൻ ചെയ്യുക. കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു 1/2 ഉണ്ട്. ആ 1/2 പുറത്ത് 2 തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാലൻസ് 1/π വരും. കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ ടി മൈനസ് ഒമേഗ ടി ബൈ ഇത് നമുക്ക് എങ്ങനെ എഴുതുന്നത്? ടി ഇൻറ്റു 1 മൈനസ് ഒമേഗ കോസ് ഓഫ് ടി ഇൻറ്റു 1 മൈനസ് ഒമേഗ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഡിനോമിനേറ്ററിൽ എഴുതണം. അതാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ 1 മൈനസ് ഒമേഗ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കോസ് ഓഫ് ടി ഇൻറ്റു 1 മൈനസ് ഒമേഗയുടെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടി അതെന്തോരും? സൈൻ ടി ഇൻറ്റു 1 മൈനസ് ഒമേഗ. അപ്പോൾ ഇത് ചെയിൻ റൂൾ, അതിൻ്റെ ഡെറിവേറ്റീവിനെ ഡിവൈഡ് ചെയ്യുക. അതാണ് 1 മൈനസ് ഒമേഗ ഡിനോമിനേറ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് എന്തുവരും? കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ ഓഫ് ടി പ്ലസ് ഒമേഗ ടി, അതിൻ്റെ ഡെറിവേറ്റീവ് ടീനെ ഒന്ന് ഔട്ട് സൈഡ് എടുത്താൽ മതി. ഇപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 പ്ലസ് ഒമേഗ വരും. അതാണ് ഇവിടെ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്ത് ടു ദി ലിമിറ്റ് 0 to പൈ. ഇനി ടിക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടേംസ് ക്യാൻസൽ ചെയ്തോ നമുക്കിവിടെ അപ്പർ ലിമിറ്റിന് മാത്രമാണ് വാല്യൂസ് വരുന്നത്. സിൻസ് സൈൻ 0 ഈസ് 0. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാണ് വാല്യൂ വരുന്നത്. ഇതിനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് സൈൻ പൈ മൈനസ് പൈ ഒമേഗ എന്നുള്ളത് എന്ത് വരും? സൈൻ പൈ ഒമേഗ എന്ന് വരും. അതുപോലെ സൈൻ പൈ പ്ലസ് തീറ്റ എന്നുള്ളത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ ഇതെന്ത് വരും? മൈനസ്, അപ്പോൾ വി ഗെറ്റ് മൈനസ് സൈൻ പൈ ഒമേഗ. ഈ മൈനസ് ഇൻറ്റു മൈനസ് ആണ് ഇവിടെ വന്നപ്പോൾ പ്ലസ് ആയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ന്യൂമറേറ്റർ വാല്യൂസ് സെയിം ആയില്ല. സൈൻ ഒമേഗ ആൻഡ് സൈൻ ഒമേഗ. അതിന് ഔട്ട് സൈഡ് എടുക്കുകയാണ്. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ബാലൻസ് വന്നത് 2/1 മൈനസ് ഒമേഗ സ്ക്വയർ. സോ ബി ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 2/π ഇൻറ്റു സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ്